തൃശ്ശൂർ മരോട്ടിച്ചാലിലാണ് ഞാനുള്ളത്. ഇവിടുത്തെ ആളുകളൊക്കെ ഒരു പ്രത്യേക ലഹരിക്ക് അടിമകളാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വിപത്തായിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കല്ല, ചെസ് എന്ന ലഹരിക്കാണ് ഇവിടുത്തെ ആളുകളെല്ലാം അടിമകളായിരിക്കുന്നത്. എല്ലാ ദിവസവും ഇവിടെ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഉണ്ണിമാമനും സംഘവും ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല. 50 വർഷത്തിലധികമായി ഈ മരോട്ടിച്ചാലിൽ ഇങ്ങനെ ചെസ്സ് കളിക്കുന്നു, എല്ലാവരും കൂടി ചേർന്നുകൊണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നു ഈ യുവാക്കളെയൊക്കെ ലഹരിയിൽ നിന്ന് മാറ്റാനായി മറ്റ് പല കാര്യങ്ങളിലേക്ക്, അവരുടെ കായിക വിനോദങ്ങളിലേക്കൊക്കെ തിരിച്ചുവിടുന്നത് നല്ലതാണെന്ന്. പക്ഷെ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണല്ലേ? വളരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതിന് ഇപ്പോഴാണ് ഒരു പൊതുസമൂഹത്തിലൊരു അംഗീകാരം വളരെ വ്യക്തമായിട്ട് കിട്ടിയത്. അതിനായിട്ടുള്ള രീതിയിൽ ഒരു ഇത് തുടങ്ങിയിട്ടില്ല. വെറുതെ ബോധവൽക്കരണ ക്ലാസ്സുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് ഇങ്ങനെ വെറുതെ ഒരു കാറ്റുമാരി അങ്ങോട്ട് പോകും, അത്രയും ഉള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെയും ഇതിലേക്ക് വരുന്നുണ്ട്. എല്ലാ കുട്ടികളും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളൊക്കെ ഞങ്ങൾ ഈ ചെസ് കളി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചെസ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണ്? ചെസ് കളി സാധാരണ രീതിയിൽ വെറുതെ തുടങ്ങിയതാണ്. പിന്നീട് പല പ്രഗത്ഭന്മാരുടെയും വാർത്തകളും നോക്കി കഴിയുമ്പോൾ ഇത് ഈ പോസിറ്റീവായിട്ട് ഒരുപാട് ഗുണങ്ങൾ മാത്രം കിട്ടുന്ന ഒരു കളിയാണെന്ന് മനസ്സിലായത്. ക്ഷമ, ബുദ്ധിശക്തി, കണ്ണിന് കാഴ്ച, ഓർമ്മശക്തി, ക്ഷമയാണ് ഏറ്റവും വലുത്. പിന്നെ ബുദ്ധിയുടെ വികാസം. ക്ഷമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരി വയ്ക്കുമ്പോൾ ആലോചിക്കുന്ന അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലും എല്ലാ പ്രവൃത്തികളിലും ഒരു ചെറിയ ആലോചന ഉണ്ടാവും. അക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഈ കള്ളവാറ്റ് ഉണ്ടായിരുന്നു. ഒരു 10-40 മാമൻ പറഞ്ഞ ആ സമയത്ത് ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് ഈ സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ കളിയും മാമനെടുത്ത് കളിക്കുന്നു. വാറ്റ് ചാരായത്തിൻ്റെ ലഹരിയിൽ നിന്നും ക്രമേണ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആളുകൾ ഈ ചെസ്സിൻ്റെ മാസ്മരികതയിലേക്ക് ക്രമേണ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു, കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു, ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. അങ്ങനെയാണ് ഈ ക്രമേണ ഒരു 10 ഈ പറയുന്ന ഈ ചെസ്സിൻ്റെ ലഹരിയിലേക്കും ആളുകൾ കടന്നു വരികയും അതിന് നമ്മുടെ ഈ ചെസ് കളിയൊക്കെ കാര്യമായ ഒരു സംഭാവന ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും വിശ്വാസവും. ചെസ്സിന് ആക്സിഡൻറ്റ് പറ്റിയതാണ്. ആക്സിഡൻറ്റ് ഒരു ഡിസേബിളായിട്ട് കുറച്ച് കാലം കിടപ്പായിരുന്നു. മെൻ്റലി ഡിസോർഡർ ആയിരുന്നു, അമൃതയിലായിരുന്നു. ഒരു വർഷം കിടപ്പായിരുന്നു. ഒരു 5 വർഷത്തോളം നല്ല ഒരു വർഷം പൂർണ്ണമായിട്ടുള്ളൊരു ഫിറ്റ്നസ്, മെൻ്റലി ഒരു ഡിസോർഡറായിരുന്നു. ഇവിടെ എല്ലാവരും കളിയൊക്കെ ഇങ്ങനെ നടക്കണോണ്ട് അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഇവർ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കളിച്ച് ഇങ്ങനെ അത് അവർ അത്ഭുതകരമായിട്ടാണ് മെൻ്റൽ എക്സർസൈസ് എന്നുള്ളതിലേക്കൊരു ബ്രെയിനിലൊരു നമ്മുടെ അതിൻ്റെ ഒരു എക്സർസൈസ് എന്നുള്ളതിലേക്ക് ഒരു ചെസ് ഒരു അത്ഭുതമായ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ശരിക്കൊരു നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് മതിക്കുന്ന തരത്തിലേക്ക് ഗെയിം വന്നപ്പോൾ നമ്മൾ ഡെവലപ്പായിട്ടുണ്ട്. ലഹരിയോട് ചെക്ക് വയ്ക്കുകയാണ് മരോട്ടിച്ചാലുകാർ. ഇത് എല്ലാ ഗ്രാമങ്ങൾക്കും മാതൃകയാക്കാവുന്നതാണ്. പക്ഷേ അതത്ര എളുപ്പമല്ല താനും. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.